ഹലോ ഗൈസ്, പുലർച്ചെ 5:15. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാം. ഇന്നല്ല, ഏകദേശം വീഡിയോ എടുത്തിട്ട് 5-8 മാസമായി. എന്തെങ്കിലും ഒരിക്കൽ ചാനൽ തുടങ്ങുമ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തു വെച്ചതാണ്. നമ്മളൊക്കെ ഒരുങ്ങി സെറ്റായി. ഇനി മോളെ ഉണർത്തി കുളിപ്പിച്ച് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇനി മോളെ കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ നേരെ വണ്ടി കയറി. അപ്പോൾ ഇതാണ് നമ്മളെ നൻപൻ രഞ്ജിത്ത്. ഇവൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാണ്. അപ്പോൾ അവൻ വന്നത് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ വണ്ടി കയറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടെ പോകാനുണ്ട്. നമ്മൾ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഫാമിലിനെ അവിടെ എടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിലെത്തി. ആ ബാഗും തൂക്കി പിടിച്ച് വരുന്നതാണ് നമ്മളെ ഫ്രണ്ട് സുഭാഷ്. അവൻ്റെ ബാഗും ലഗേജൊക്കെ കണ്ടാൽ വിചാരിക്കും അവൻ ഒരു മാസത്തെ ട്രിപ്പിനാണ് വരുന്നതെന്ന്. അല്ല കേട്ടോ, നമ്മൾ ഒരു 1 ഡേ ട്രിപ്പാണ്. ഇന്നവിടെ പോവും, അവിടെ സ്റ്റേ ചെയ്യും, പിന്നെ പിറ്റേ ദിവസം നമ്മൾ വരും. അപ്പോൾ നമ്മളെ ഈ ഫ്രണ്ടിന് 2 കുട്ടികളുള്ളത്. രഞ്ജിത്തിന് ഒരു കുട്ടി, എനിക്കൊരു കുട്ടി. അപ്പോൾ എൻ്റെ മോള് ജനിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ലോങ് ട്രിപ്പ് പോകുന്നത് ഇന്നാണ്. അവളെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ മുന്നേ പോയ ഒരു ട്രിപ്പാട്ടോ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു കൊല്ലമായി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു അവസരം ഉണ്ടായത് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് അത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് വയനാട് വൈത്തിരിയിലോട്ടാണ്. നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ നമുക്ക് 2 മണിക്കാണ് ചെക്കിങ് സമയം വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്യാണ്ട്, ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാലമായി നമ്മൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ എങ്ങോട്ടല്ല, നമ്മുടെ വയനാട്ടിൽ ഒരു എന്നൂർ എന്നുള്ള സ്ഥലമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഒരു ആദിവാസി കോട്ടേജ് അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം. അപ്പോൾ പിള്ളേർ തമ്മിൽ കമ്പനി ആയിട്ട് വരുന്നേ ഉള്ളൂ. എൻ്റെ മോളാണ് ഇതിൽ ഏറ്റവും ചെറിയ കുട്ടി. ബാക്കിയുള്ളവരതൊക്കെ 1-ാം ക്ലാസ്സും പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ നമ്മളൊരു ബിഗിനർ എന്ന നിലയ്ക്ക് നമ്മളെ വീഡിയോയ്ക്ക് ചെറിയ ചില്ലറ പോരായ്മകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ തുടർന്ന് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വയനാട് ചുരം എത്തി. നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് തവണ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഒത്തിട്ടൊക്കെ ആയിട്ട്. ഫാമിലിയിലത്ത് വരുമ്പോൾ വേറൊരു വൈബ്, ഫ്രണ്ട്സ് എടുത്ത് വരുമ്പോൾ വേറൊരു വൈബ്. ഫാമിലിയായിട്ട് വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ ആ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ, കുരങ്ങന്മാരും മലകളും ഒക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ എന്നൂർ എത്തിയിരിക്കുകയാണ്. എന്നൂർ താഴത്തെ ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്നൂർ ഗ്രാമങ്ങളെല്ലാം ഇരിക്കുന്നത് മലയുടെ മുകളിലാണ്. അപ്പോൾ താഴത്തുനിന്ന് ഒരു ജീപ്പ് സർവീസ് ഉണ്ട്, അതിൽ കയറിയിട്ട് വേണം നമ്മൾ മലയുടെ മുകളിൽ എത്താൻ. ഒരു ചെറിയ വീതി കുറഞ്ഞ ഡയറക്റ്റ് റോഡാണ്, കുറച്ച് കുണ്ടും കുഴിയും കാര്യങ്ങളുണ്ട്. പിന്നെ ജീപ്പിലാണ് പോകുന്നത്, അതിൻ്റേതായ കുലുക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജീപ്പ് സർവീസിന് ചാർജ് വരുന്നത് ഒരാൾക്ക് വരുന്നത് 40 രൂപയാണ്. അത് ഷട്ടിലായിട്ടാണ് വരുന്നത്. നമ്മൾ താഴത്തുനിന്ന് മേലെ വരെ, മേലിന്ന് താഴത്തോട്ടും വരാം. നമുക്ക് ജീപ്പ് വേണമെങ്കിൽ ഒന്നിച്ച് ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയും പോവാം. അല്ലാതെ നമുക്കൊരു ജീപ്പിൽ ആളാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയും പോവാം കേട്ടോ. അത്യാവശ്യം കുലുക്കം കാര്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഓഫ് റോഡ് യാത്ര എന്ന് പറയാം. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ മലയുടെ മുകളിലെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ആ കാണുന്ന ബ്ലൂ ഓട്ടോറിക്ഷ, ഇവിടുന്ന് വേറൊരു സർവീസ് ഉണ്ട്. ഈ നടക്കാൻ പറ്റാത്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള സർവീസാണ്. എല്ലാത്തവർക്കും ആ സർവീസ് ഉപയോഗിക്കാം. പിന്നെ അതിനും വേറെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളും ചോദിച്ചിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോകാനുണ്ടായത് ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം. അതായത് ഈ ഗ്രാമങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയയിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു കയറ്റം കയറിയിട്ടാണ് ജീപ്പിൽ ഇങ്ങോട്ടേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ കയറിയാലാണ് നമ്മൾ ആ ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തുള്ളൂ. അങ്ങനെ കുറച്ചുകൊണ്ട് കയറുമ്പോൾ തന്നെ നമുക്കവിടെ റെസ്റ്റ് ചെയ്ത് ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ കുടിക്കാനുള്ള കുടിവെള്ളം ഉണ്ട്. ബാത്റൂം യൂസ് ചെയ്യുന്നവർക്ക് ബാത്റൂം യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെ. നല്ല മലനിരകളും പിന്നെ അങ്ങിങ്ങായിട്ട് കുറച്ച് കന്നുകാലികളൊക്കെ അവിടെ പുല്ല് മേയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊരു പ്ലേ ഗ്രൗണ്ട് ഏരിയ ഉണ്ട് അവിടെ. പിന്നെ അവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ആ കല്ലിട്ട പാതയിലൂടെ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് ദൂരെ കാണാൻ കഴിയും. നമുക്ക് ആ ചെറിയ കുടിലുകൾ, ഓല കൊണ്ട് മേഞ്ഞ മണ്ണ് കൊണ്ട് നിർമ്മിതമായ കുടിലുകൾ. സത്യം പറയാലോ, നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ആ പച്ചപ്പിനിടയിൽ ആ മണ്ണിൻ്റെ കളറിൽ ഉണ്ടാക്കിയ ഓരോ വീട് കാണുന്നതും അതിലേക്ക് പോകുന്ന നടപ്പാതകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഓരോ കുടിലുകളും കയറി ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു.
പിന്നെ ആ കാണുന്ന ആ ചുവന്ന ബിൽഡിങ്ങിലാണ് ഈ പറയുന്ന ചെറിയ റെസ്റ്റോറൻറ്റും പിന്നെ കച്ചവടക്കാരൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തീർത്ത് നേരെ തിരിച്ച് താഴത്തോട്ട് പോകാണ്ടായത്. നമ്മൾ എവിടുന്നാണോ വണ്ടി കയറി മലയുടെ മുകളിലേക്ക് വന്നത് തിരിച്ച് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഈ വിഷ്വലൊക്കെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇരുവശത്തും കാടുകളുണ്ട്. അതിൻ്റെ നടുവിലൂടെയുള്ള ഈ കോൺക്രീറ്റ് റോഡിലൂടെയാണ് നമ്മളെ യാത്ര. പിന്നെ അവിടെ നമ്മൾ നേരെ ഏകദേശം 1 മണിയായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ കുറച്ച് പേര് നമ്മളെ ദം ബിരിയാണി പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് ഫ്രൈഡ് റൈസ് പറഞ്ഞു. എന്താണെന്നറിയില്ല, അങ്ങ് ആ മല കയറി ഇറങ്ങി അത്രയും നടന്നതുകൊണ്ടായിരിക്കണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ നേരെ പിന്നെ നമ്മളെ റിസോർട്ട് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോയിട്ടോ. ഏകദേശം നമുക്ക് 2 മണിക്കാണ് നമ്മൾ ചെക്കിങ് സമയം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ റിസോർട്ടിലെത്തി. റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 നില കെട്ടിട ബിൽഡിങ്ങാണ് നമ്മളെ റിസോർട്ടിൽ നിന്ന്. താഴത്ത് കുറച്ച് റൂമുകൾ, മേലെയും അതുപോലെ തന്നെ റൂമുകളായിട്ട്, അതായത് സിംഗിൾ റൂമുണ്ട്, അതിൽ ഡബിൾ ബെഡ്റൂമുള്ള അങ്ങനത്തെ റൂമുകളുണ്ട്. അങ്ങനത്തെ ഒരു ബിൽഡിങ്ങാണ് ഇത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള പരിസരവും കാര്യങ്ങളാണ്. വലിയ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണത്. പിന്നെ നമ്മൾ ഒട്ടും താമസിക്കാതെ നേരെ പൂളിലേക്കൊക്കെ ഇറങ്ങി. മോളൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം സ്വിമ്മിംഗ് പൂളൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് നേരം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ആണുങ്ങൾ മാത്രം കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളവിടെ അടുത്തുള്ളൊരു കവലുണ്ട്. ആ കവലയിൽ പോയിട്ട് കുറച്ച് ചിക്കൻ പിടിക്കാൻ, രാത്രിത്തേക്ക് ബാർബിക്യൂ ഉണ്ടാക്കണം. അതിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴ. പിന്നെ ആ മഴ തീരോളം കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ റൂമിലേക്ക് എത്തിയപ്പോൾ വൈകുന്നേരമായി. പിന്നെ നമ്മൾ ഒട്ടും വഴുകാതെ നമ്മൾ കൊടുന്ന ചിക്കൻ വേഗം കഴുകി റെഡിയാക്കി മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചു ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പിള്ളേർ ബാർബിക്യൂ ചൂടുന്ന ഏരിയയിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബാർബിക്യൂ ചൂടുന്ന ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരുന്നത് ഒരു വാഴത്തോട്ട കൃഷിയുണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ബാർബിക്യൂ ചൂടുന്ന ഏരിയ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവിടുത്തെ റിസോർട്ടിൻ്റെ ഓണറിനെ വന്നിട്ട് നമുക്കൊരു ബ്ലോവറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. മൂപ്പരനെ ആ ചാർക്കോൾ പെട്ടെന്ന് കണലാക്കി തന്നിട്ട് നമുക്ക് ആ ബ്ലോവർ അടിച്ചിട്ട്, അപ്പോൾ ആ ബ്ലോവർ ഇങ്ങനെ ആ ചാർക്കോളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ കണലാകുമ്പോൾ അതിൻ്റെ ആ സ്പാർക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മസാല വെച്ച ചിക്കൻ കൊണ്ടുവന്നു. ആ ട്രയലാണ് നിരത്തി 2 ട്രിപ്പായിട്ട് വെച്ചു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ ഒരു ഹാളിൽ പോയി ഇരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഹാളിലിരുന്നു. അവിടെ അപ്പോൾ പിള്ളേരെ കളിയും കാര്യങ്ങളൊക്കെ കളിയുന്ന കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം ടൈം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് രാവിലെ നേരത്തെ നീച്ച് പോകണം. നമ്മളൊരു വേറെ വഴിയാണ്, വന്ന വഴിയില്ല പോകുന്നത്, വേറെ വഴിയിലൂടെ പോകുന്നത്. അങ്ങനെ രാവിലെ ആയപ്പോൾ അവിടുന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. പിന്നെ പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു. ആ പുട്ടും കടലക്കറി ഒന്നും ഇപ്പോൾ വീഡിയോയിൽ പെട്ടിട്ടില്ല. പക്ഷെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് അവരെ കോംപ്ലിമെൻ്റ് ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്ക് അവിടുന്ന് മോളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. അവളെ ഒരു 1 ഇയർ ആയതിൻ്റെ ഫോട്ടോഷൂട്ട് അവിടെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ തിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അതിന് വേണ്ടി സഹകരിച്ചിരുന്നു. അങ്ങനെ മോളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളെല്ലാവരും ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ചെക്കൗട്ട് സമയത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഗുണ്ടൽപേട്ട് നാടുകാണിച്ചുരം വഴി അങ്ങനെ നിലമ്പൂരിലേക്ക് കയറാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് 2-3 കാട് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി കിട്ടും. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ മൃഗങ്ങളൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അധികം നമ്മൾ ഈ മാൻകൂട്ടങ്ങളാണ് കൂടുതലും കണ്ടത്. നമ്മൾ ഫാമിലീസൊക്കെ ഒത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ വല്ലാണ്ട് വണ്ടികളെ റഷും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. നമ്മൾ മാനിനെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരു കാട്ടുപോത്തിനെ കാണാൻ ഇടയുണ്ടായി. അതുപോലെ തന്നെ 2 കാട്ടാനകളെ കാണാൻ ഇടയുണ്ടായി. അങ്ങനെ 2-3 മൃഗങ്ങളെയും കൂടി നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ചെറിയ ഷോർട്ട് വീഡിയോ. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുന്നവരുണ്ടെങ്കിൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.